ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 4-ലെ 14-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. തസ്യ ചക്ഷിതിപയോ മഹോ നിലദ്യോ മഹത് പ്രകൃതി സപ്തകാവൃതിഃ തത്തദാത്മകതയാ വിശൻ സുഖീ യാതി തേ പദമനാവൃതം വിഭോ. കഴിഞ്ഞ ശ്ലോകത്തിൽ ക്രമമുക്തി ആഗ്രഹിക്കുന്ന യോഗിയുടെ ആത്മാവ് സൂക്ഷ്മ ശരീരത്തോടുകൂടി ബ്രഹ്മലോകത്ത് എത്തിയ ശേഷം മോക്ഷപ്രാപ്തി ആഗ്രഹിക്കുമ്പോൾ ഒന്നുകിൽ ബ്രഹ്മാവിൻ്റെ 100 വർഷത്തെ ആയുസ് തീരുമ്പോൾ സംഭവിക്കുന്ന പ്രാകൃത പ്രളയ സമയത്ത് സർവവും മൂലപ്രകൃതിയിൽ ലയിക്കുമ്പോൾ ഈ ആത്മാവിനും സ്വമേധയാ മോക്ഷം ലഭിക്കുന്നു. അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം പ്രാകൃത പ്രളയം വരെ കാത്തിരിക്കാതെ യോഗശക്തി കൊണ്ട് ബ്രഹ്മാണ്ടത്തെ പിളർന്ന് അതിനപ്പുറത്തുള്ള പരബ്രഹ്മത്തിൽ ചെന്ന് ലയിച്ച് മോക്ഷം നേടാം എന്ന് പറഞ്ഞിരുന്നു. ഈ ശ്ലോകത്തിൽ യോഗശക്തി കൊണ്ട് ബ്രഹ്മാണ്ട ഭേദനം ചെയ്യുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ശ്ലോകത്തിലെ വരികളുടെ അർത്ഥം നോക്കാം. തസ്യ ച ക്ഷിതിപയോ മഹോ നിലദ് ദ്യോമഹത് പ്രകൃതി സപ്തകാവൃതിഃ. തസ്യ ആ ബ്രഹ്മാണ്ടം, തസ്യ ച ആ ബ്രഹ്മാണ്ടത്തിൻ്റെ ക്ഷിതിപയോ മഹോ നിലദ്യോമഹത് പ്രകൃതി സപ്തകാവൃതിഃ. സപ്തകാവൃതിഹി, സപ്തം എന്നാൽ 7, സപ്തകാവൃതിഹി 7 ആവരണങ്ങളായ ക്ഷിതി പയോ മഹോ നിലദ്യോ മഹത് പ്രകൃതി. ക്ഷിതി എന്നാൽ ഭൂമി, പയോ പയസ് ജലം വെള്ളം, മഹോ അഗ്നി, അനിലദ് വായു, വ്യോമ ആകാശം, മഹത് മഹത്തത്വം, പ്രകൃതി മായാപ്രകൃതി, ഇങ്ങനെയുള്ള 7 ആവരണങ്ങൾ. അതായത് ആ ബ്രഹ്മാണ്ടത്തിൻ്റെ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മഹത്തത്വം, മായാപ്രകൃതി ഇങ്ങനെയുള്ള 7 ആവരണങ്ങളെ തത്തദാത്മകതയാ വിശൻ സുഖി യാതി തേ പദമനാവൃതം വിഭോ. തത്തദാത്മകതയാ അതാതിൻ്റെ സൂക്ഷ്മരൂപങ്ങളുടെ സ്വഭാവം സ്വീകരിച്ചിട്ട്, അതായത് ഭൂമിയുടെ സൂക്ഷ്മ രൂപ സ്വഭാവം എന്നാൽ ഗന്ധം, ജലത്തിൻ്റെത് തണുപ്പ്, വായുവിൻ്റെ സ്പർശം, അഗ്നിയുടേത് ചൂട്, ആകാശത്തിൻ്റേത് ശബ്ദം, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതാതിൻ്റെ സൂക്ഷ്മരൂപ സ്വഭാവം ആയി മാറിയിട്ടാണ് ഈ സൂക്ഷ്മ ശരീരത്തോടുകൂടിയ ആത്മാവ് ഈ ആവരണങ്ങളെ ഭേദിക്കുന്നത്. ഓരോ ആവരണം കടക്കുമ്പോഴും യോഗിയുടെ ആത്മാവ് താൻ കൂടെ കൊണ്ടുവന്നിട്ടുള്ള സൂക്ഷ്മ ശരീരത്തിൻ്റെ അതാത് ഭാഗങ്ങളെ, അതായത് പഞ്ചഭൂതാത്മകമായ സൂക്ഷ്മ ശരീരത്തിൻ്റെ അതാത് ഭാഗങ്ങളെ ഉപേക്ഷിക്കുന്നു. അങ്ങനെ 7 ആവരണങ്ങൾ കടക്കുമ്പോഴേക്കും പൂർണ്ണമായും സൂക്ഷ്മ ശരീരത്തെ ഉപേക്ഷിക്കുന്നു. പിന്നെ ശുദ്ധമായ ജീവാത്മാവ് മാത്രമായിത്തീരുന്നു. അങ്ങനെ തത്തദാത്മകതയാ വിശൻ ഭേദിച്ചിട്ട് യാതി എത്തിച്ചേരുന്നു തേ അങ്ങയുടെ പദമനാവൃതം, പദം ആ പരമപദത്തിൽ, പദമനാവൃതം, അനാവൃതം എന്നാൽ യാതൊരു മറയുമില്ലാത്ത, പദമനാവൃതം ആ യാതൊരു മറയുമില്ലാത്ത അങ്ങയുടെ ആ പരമപദത്തിൽ യാതി എത്തിച്ചേരുന്നു. ഈ 7 ആവരണങ്ങളെ അതാതിൻ്റെ സൂക്ഷ്മരൂപ സ്വഭാവം സ്വീകരിച്ച് വിശൻ ഭേദിച്ചിട്ട് സുഖി ദിവ്യമായ പരമാനന്ദ സുഖവും അനുഭവിച്ചിട്ട് യാതി എത്തിച്ചേരുന്നു തേ അങ്ങയുടെ പദമനാവൃതം യാതൊരു മറയുമില്ലാത്ത പരമപദത്തിൽ വിഭോ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമായ ഭഗവാനെ എന്നാണ് ഈ രണ്ടാമത്തെ 2 വരികളിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. അല്ലയോ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമായ പരബ്രഹ്മസ്വരൂപിയായ ഭഗവാനെ, ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ 7 ആവരണങ്ങളായ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മഹത്തത്വം, മായാപ്രകൃതി എന്നിവയെ അതാതിൻ്റെ സൂക്ഷ്മരൂപാവസ്ഥയിലുള്ള രൂപത്തിലേക്ക് ഈ യോഗിയുടെ ആത്മാവ് അതാതിൻ്റെ സൂക്ഷ്മ സ്വരൂപ സ്വഭാവം സ്വീകരിച്ചിട്ട് ഈ യോഗിയുടെ ആത്മാവ് ഈ
7 ആവരണങ്ങളെയും ഭേദിച്ചിട്ട് ഉള്ളിലേക്ക് കടന്നിട്ട് സൂക്ഷ്മ ശരീരത്തെ ഓരോരോ ഘട്ടത്തിലും ഉപേക്ഷിച്ചിട്ട് ശുദ്ധമായ ജീവാത്മാവ് മാത്രമായിട്ട് ബ്രഹ്മാണ്ടത്തിൻ്റെ അപ്പുറത്ത് യാതൊരു മറയുമില്ലാതെ കാണപ്പെടുന്ന പ്രശോഭിക്കുന്ന അങ്ങയുടെ ആ പരമപദത്തിൽ എത്തിച്ചേരുന്നു ഭഗവാനെ എന്നാണ് പറയുന്നത്. തസ്യ ചക്ഷിതിപയോ മഹോ നിലദ്യോ മഹത് പ്രകൃതി സപ്തകാവൃതി തത്തദാത്മകതയാ വിശൻ സുഖി യാതി തേ പദമനാവൃതം വിഭോ. 15ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.